ഒരു വിശദീകരണവും വേണ്ട. അവമാനിക്കപ്പെട്ടത് ഞാനാണ്, അതും പരസ്യമായി. എന്നിട്ടും ഈ നേരമായിട്ട് മതിൽപ്പെട്ട ഒരാളെ പോലും നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തില്ലെന്ന് പറഞ്ഞാൽ അവര് വെടിവെച്ചോ കത്തിയെടുത്ത് കുത്തിയോ എന്നെ കൊന്നിരുന്നെങ്കിലോ? അല്ല സാറേ, മന്ത്രിമാരെ തടയിലും ചീത്ത വിളിക്കലും ഒക്കെ ഇപ്പൊ ഒരു ഫാഷനാണല്ലോ. ജോലിയില്ലാത്ത പിള്ളേരാ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. അല്ല, അവന്മാര് വെയിൽ കൊണ്ടും കടം മേടിച്ച് ഒരു സ്ഥാപനം തുടങ്ങാൻ നേരത്താണല്ലോ ഇങ്ങനൊരു ഭാരം ഉണ്ടായത്. ന്യായം പറയുകയാണെങ്കിൽ നമ്മുടെ ഭാഗം സ്വല്പം വീക്കാ. അപ്പൊ താനവരെ മനഃപൂർവ്വം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ. അല്ല സാർ, MLA രാജലക്ഷ്മിയാണ് ഇവരുടെ നേതാവ്. അതുകൊണ്ട് ഞാൻ പിന്നിൽ ഇടപെടാ പറഞ്ഞ അടിച്ചെല്ലാറ്റിനും എല്ലൊടിക്കണമെന്ന്. യെസ് സാർ. അല്ല സാർ, ഈ ലോക്കപ്പ് മർദ്ദനം പിന്നീട് നമുക്കൊരു കുരിശാവും. താൻ പറയുന്നതനുസരിച്ചാൽ മതി. അടിച്ചൊതുക്കുക. ജീവൻ മാത്രം ബാക്കി വെച്ചേക്കണം. അത്രയേ ഉള്ളൂ. യെസ് സാർ. ഒന്നും പറയണ്ട, വേണ്ടി പോകരുത്. ഒറ്റ എണ്ണത്തിന് പിള്ള അങ്ങോട്ട് നടക്ക നടക്ക. ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ ഓരോ സ്ഥലത്തും പോയി എല്ലാവരും തപ്പിയെടുക്കാൻ? പക്ഷെ സാറിന്റെ കൈത്തരിപ്പ് മാറ്റാൻ തൽക്കാലം നിവൃത്തിയില്ല. താങ്കൾ അറസ്റ്റ് ചെയ്യാനിടയുള്ള എല്ലാവരുടെയും പേരിൽ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് സെഷൻസ് കോർട്ടിൽ നിന്ന്. ക്രിമിനൽ പ്രൊസീജിയർ 438 വകുപ്പ് പ്രകാരം. അല്ലേ തന്നെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഓഫീസർ റാങ്കിലുള്ള ഒരാൾക്കല്ലേ ഉള്ളൂ. യു ആർ ഓൺലി എ സ്റ്റേഷൻ ഓഫീസർ. അതല്ല ഞങ്ങളാരും അറിയാതെ ഇന്ന് രാവിലെ ഇന്ത്യൻ പീനൽ കോഡ് താങ്കൾ മാറ്റി എഴുതി. ഹോം മിനിസ്ട്രി എന്നുള്ള ഉത്തരവാണ് ഞാൻ നടപ്പാക്കിയത്. അറിയാം. ഇനി ഇവരുടെ ദേഹത്ത് തൊട്ടാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസുണ്ടാവും. പിന്നെ ഈ തൊപ്പി തലേ കാണില്ല. എന്തായി കാണിക്കുന്നത്? എങ്ങോട്ടായി പോണത്? അവരുടെ ഇടയിലേക്ക് പോയി ചാവാൻ പോവാണോ? ഇനിയും വാരി പൊക്കിയാലുണ്ടല്ലോ നിന്നെ അരിഞ്ഞുകളെ കൂടി ഓർത്തോ. ഒരു MLA വന്നിരിക്കുന്നു. എന്താ നിനക്ക് തൃപ്തിയായില്ലേ? അതോ ഞങ്ങളെ കൂടി കൊലക്ക് കൊടുത്താലേ നിനക്ക് സമാധാനമാകുന്നുണ്ടോ? എടീ, ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയിലെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നീ ആരെന്നാ നിന്റെ വിചാരം? കുറെ വിട്ടി കഴുതകൾ നിന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വെച്ചിട്ട് നീ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും ആയിട്ടില്ല. കാക്കിയിട്ട പോലീസിനെ നാട് ഭരിക്കണ മന്ത്രിയും കൊച്ചാക്കാൻ നോക്കിയാൽ ദേ ഇങ്ങനെ ഇരിക്കും. സാധാരണ ആ മക്കളെ കൊണ്ട് ആ വീടിന്റെ സമാധാനം നശിക്കുക. അമ്മേ, വല്ലോന്റെയും കൈകൊണ്ട് ചാകുന്നതിനും ഭേദം നീ ഞങ്ങൾക്ക് കുറച്ച് വിഷം വാങ്ങിച്ചതാ. മാഡം, CM ഒരു കോൺഫറൻസിലാ. ഇന്ന് കാണാൻ ബുദ്ധിമുട്ടാ. ഫോണിൽ വിളിച്ചപ്പോ 10 മണിക്ക് കാണാന്ന് ഉറപ്പ് കിട്ടിയിട്ടാ ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ പെട്ടെന്ന് ചേഞ്ച് ആയത്. ചേഞ്ച് ആയതോ ആക്കിയതോ? CM മാഡത്തിനോട് പറയാൻ പറഞ്ഞു എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണമെന്ന്. നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയത്. MLAയുടെ വീട് ആക്രമിച്ചത് ആരാന്ന് സംശയിക്കുന്നു. ആരാണെന്ന് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. മന്ത്രിയെ തടഞ്ഞു നിർത്തിയവർക്കെതിരെ പോലീസ് ഗുണ്ടായിസം കാണിച്ചെന്ന അഭിപ്രായമുണ്ടോ? പോലീസിന് എന്തിന് കുറ്റം പറയണം? സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ പണം അവർക്ക് ഗുണ്ടകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ പോലീസ് സർക്കാരിന് അനുസരിക്കണോ ഗുണ്ടകൾ അനുസരിക്കണോ? ഞങ്ങൾക്ക് തരാമെന്നേറ്റ സ്ഥലം അനധികൃതമായിട്ട് അധോലോകത്തിന് കൈമാറിയിരിക്കുകയാണ്. എത്ര ചോര ഒഴുക്കേണ്ടി വന്നാലും ഞങ്ങൾ അത് തിരിച്ചുപിടി. ഒരു മിനിറ്റ്. എപ്പോ വന്നു? വീട്ടിൽ പോയിരുന്നു. രാജി ഇപ്പോഴും വലിയ തിരക്കിൽ തന്നെയാണെന്ന് അറിഞ്ഞു. കുറച്ച് സംസാരിക്കാൻ ഇപ്പൊ സൗകര്യം ഉണ്ടാവൂ? സുധാകരേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് കത്തയക്കാൻ പറ്റില്ല, കല്യാണത്തിന് വന്നില്ല, കുറച്ച് ദിവസമായിട്ട് ഒരു സൗകര്യവും ഇല്ലായിരുന്നു. 3 മണിക്കുള്ള വണ്ടിക്ക് എനിക്ക് തിരിച്ചു പോകണം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു അത്യാവശ്യ കാര്യമായി പോയി. സുധാകരേട്ടൻ നാളെ പോയാ പോരെ? MLA അല്ലെങ്കിലും എനിക്കുണ്ട് എന്റേതായ തിരക്കുകൾ. എന്നാ ഒരു അരമണിക്കൂർ? കുറെ പഠിച്ചു, എഞ്ചിനീയറായി എന്നുള്ള പൊങ്ങച്ചത്തിലൊന്നും വലിയ കഴമ്പില്ല. ഞാനിപ്പോ ഒരു കൃഷിക്കാരൻ മാത്രമാണ്.
രാജിയുടെ ഇന്നത്തെ പൊസിഷൻ വെച്ച് നോക്കുമ്പോ ഞാൻ രാജിക്ക് തീരെ ചേരാത്ത ഒരാളാണ് എന്ന് തോന്നുന്നുണ്ടോ? എന്നെ കളിയാക്കാണോ? അർഹിക്കാത്തടത്ത് വലിഞ്ഞു കയറി വന്ന് ശല്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ ചോദിക്കുന്നത്. അർഹിക്കാത്തടത്തോ? സുധാകരേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? വീട്ടിൽ ചെന്നപ്പോ എനിക്കത് ഫീൽ ചെയ്തു. നേരം വെളുക്കോളം നിന്നെയും കാത്ത് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഉറക്കളച്ചിരുന്നു. എന്തായാലും നീ കല്യാണത്തിന് വരുമെന്ന് പ്രതീക്ഷിച്ച്. നിന്നേക്കാൾ തിരക്കുള്ള മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ എത്രയോ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഒന്നോർക്കണമായിരുന്നു, എനിക്ക് ആകെയുള്ളൊരു പെങ്ങളാ, അവളുടെ കല്യാണമായിരുന്നില്ലേ? നിവൃത്തികേട് കൊണ്ടല്ലേ സുധാകരേട്ടാ? എന്ത് നിവർത്തികേട്? നീ ഒരാൾ ഒച്ചയെടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് ഈ നാട് നന്നായി പോകുന്ന മറ്റോ ധാരണയുണ്ടോ? അപ്പോ സുധാകരേട്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ല. മനസ്സിലായിടത്തോളം മതി. ഞാൻ വഴിമാറി തരണോ എന്ന് മാത്രമേ ഇനി എനിക്ക് അറിയണ്ടൂ. ഒന്നും വേണ്ട വേണ്ടാന്ന് എത്ര തവണ ഞാൻ എല്ലാവരോടും പറഞ്ഞതാ. വേണ്ടെന്ന് വെക്കാൻ ഇപ്പോഴും പറ്റുമല്ലോ. അതിന് തയ്യാറാണോ എന്നറിയാനാ ഞാൻ ഇപ്പൊ വന്നത്. എന്നുവെച്ചാ നീയും ഞാനും ഭാര്യയും ഭർത്താവുമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി നീ MLA ആയിരിക്കില്ല. ഒരുപാട് പേരുടെ അധ്വാനവും 10,000 രൂപയും ചെലവഴിച്ചിട്ടാണ് എന്നെ MLA ആയി തെരഞ്ഞെടുത്തത്. കല്യാണം കഴിക്കാൻ വേണ്ടി അതെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയാൻ എനിക്ക് പറ്റൂ സുധാകരേട്ടാ? 11 വർഷം സ്നേഹിച്ച ശേഷം നിന്നെ നാട്ടുകാർക്ക് നേർച്ച കൊടുത്തേക്കാമെന്ന് ഞാൻ ആരോടും ഏറ്റിട്ടില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അത് തീരുമാനിക്കേണ്ടത് നീയാണ്. ഇപ്പൊ ഒന്നും എന്റെ നിയന്ത്രണത്തിലല്ല. 100 പ്രശ്നങ്ങളാണ് ചുറ്റും. ഞാൻ അതിലൊക്കെ ഇടപെട്ടുപോയി. വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരോട് ഞാൻ എന്ത് പറയും? എന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ എനിക്ക് വിട്ടുപോരാൻ പറ്റുമോ? പദവിയുടെ സുഖം നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. അതിന്റെ ലഹരി നീ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സുധാകരേട്ടൻ ഇതുവരെ പറഞ്ഞത് നമ്മുടെ സ്വന്തം കാര്യം മാത്രമാണ്. എന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കേ. നിന്റെ ആ സ്ഥാനമാണ് വലിച്ചെറിഞ്ഞിട്ട് പോരാ ഞാൻ പറയുന്നത്. അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല സുധാകരേട്ടാ. അറിഞ്ഞോ അറിയാതെയോ പലതും തുടങ്ങി വെച്ചു. അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ എന്റെ മനസാക്ഷിയോട് ചെയ്യുന്ന തെറ്റായിരിക്കും. അപ്പോ ഞാനല്ല നിനക്ക് വലുത് എന്നാണോ അതിന്റെ അർത്ഥം? വേണ്ട, നീ എന്നേക്കാളൊക്കെ ഒരുപാട് വളർന്നു. ഇനി ഒരിക്കലും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങളൊക്കെ വെറുതെ ആയിരുന്നു ഞാൻ വിചാരിച്ചോളാം.